friends, welcome back to my another video. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റൈറ്റപ്പ് ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ്, നോട്ടീസ് മേക്ക്, ലെറ്റർ റൈറ്റിംഗ്, ഡയറി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് റൈറ്റപ്പ്. 8th, 9th, 10th ക്ലാസ്സുകളിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് റൈറ്റപ്പ്. വാട്ട് ഈസ് റൈറ്റപ്പ്? എങ്ങനെയാണ്, ഹൗ ടു മേക്ക് എ റൈറ്റപ്പ്, എങ്ങനെ ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. റൈറ്റപ്പിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് ഈ റൈറ്റപ്പും നെറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് റൈറ്റപ്പ് ആൻഡ് വാട്ട് ഈസ് നെറേഷൻ. കാരണം എന്താ, ഏകദേശം രണ്ടും സെയിം അല്ലേ, ഇത് രണ്ടും ഒന്നല്ലേ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, റൈറ്റപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും അതുപോലെ തന്നെ നെറേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈറ്റപ്പിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യാം. നെറേഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റോറിയുടെ ഒരു സ്റ്റോറി ഷോർട്ടായിട്ട് പറയലാണ്. ഇപ്പൊ ഇത്രയും ചുരുക്കി അതിന്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ ഇൻസിഡൻസും ഉൾക്കൊള്ളിച്ച്, എല്ലാ ഇവന്റ്സും ഉൾക്കൊള്ളിച്ച് അത് ഷോർട്ടാക്കി പറയലാണ് എന്ത്, നെറേഷൻ. ദെൻ റൈറ്റപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്, റൈറ്റപ്പിന് അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാല് റൈറ്റപ്പിൽ നമ്മൾ ഇവന്റ്സിനല്ല കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് ആ സ്റ്റോറിയിലെ ഇൻസിഡൻസിനല്ല, ആ സ്റ്റോറിയിലെ ഇവന്റ്സിനല്ല കൂടുതലായിട്ട് നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ അതിന്റെ തീംസ്, ആ സ്റ്റോറിന്റെ തീംസിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അതായത് ഇവന്റ്സ് മൊത്തമായിട്ട് പറയില്ല, ജസ്റ്റ് ആ ഇവന്റ്സ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് അതുപോലെ തന്നെ തീംസ്, ആ സ്റ്റോറിയിലെ തീംസ് ആണ് കൂടുതലായിട്ടും റൈറ്റപ്പില് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് റൈറ്റപ്പിന്റെ ഫോർമാറ്റ് നോക്കാം. ജസ്റ്റ് ഇത് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, നെറേഷൻ എന്താണ് റൈറ്റപ്പ് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമുക്കിനി റൈറ്റപ്പിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യാം. റൈറ്റപ്പിന്റെ ഫോർമാറ്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫോർമാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ടൈറ്റിൽ. എന്താണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. റൈറ്റപ്പ് എഴുതുമ്പോൾ നമ്മൾ ടൈറ്റില് കൊടുക്കണം. അതായത് ഒരു ടൈറ്റിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്റർ തന്നിട്ട് ഒരു നമ്മളെ 10th ഏതെങ്കിലും 9th ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഒരു ലെറ്ററിന്റെ ഹെഡ്ലൈന് എന്താണ് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. റൈറ്റപ്പ് എഴുതാൻ തന്നെയാണെങ്കിൽ നമ്മൾ അതിനൊരു റൈറ്റപ്പിനൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. ദെൻ സെക്കൻഡ് വൺ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയേണ്ടത്? ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ ദ ടോപ്പിക്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യനിലെ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ മെയിൻ ബോഡി സെറ്റ് ചെയ്ത് മെയിൻ ബോഡി എഴുതുക. എന്താ എഴുതുക മെയിൻ ബോഡിയിൽ? നമ്മുടെ വ്യൂ പോയിന്റ്സ്, നമ്മളതായ വ്യൂ പോയിന്റ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ വ്യൂ പോയിന്റ്സ്, ആ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു റൈറ്റപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വ്യൂ പോയിന്റ്സ്, അതിനെ കുറിച്ചുള്ള നമ്മളെ വ്യൂ പോയിന്റ്സ്. ദെൻ ജസ്റ്റിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് അതിനുള്ളൊരു ജസ്റ്റിഫിക്കേഷനും കൊടുക്കുക. ഏതില്? മെയിൻ ബോഡിയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് നമ്മളെ വ്യൂ പോയിന്റും ദെൻ ജസ്റ്റിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കൺക്ലൂഡ് ചെയ്യുക. നമ്മൾ ആ ഒരു എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചതുള്ളത് ആ ചോദിച്ചതിലേക്ക് കൺക്ലൂഡ് ചെയ്യുക. എങ്ങനെ കൺക്ലൂഡ് ചെയ്യേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യൻ എന്താണോ തന്നിരിക്കുന്നത്, ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഹെഡ്ലൈന് ഈ ഒരു ചാപ്റ്ററിന് സ്യൂട്ടബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ ആ ഒരു സ്യൂട്ടബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. സ്യൂട്ടബിൾ ആയതുകൊണ്ടാണ് ആ ഒരു ചാപ്റ്ററിന് ആ ഒരു പേര് കൊടുത്തത്. അത് നമ്മൾ സ്യൂട്ടബിൾ അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അത് സ്യൂട്ടബിൾ ആയിരിക്കും. അത് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് സ്യൂട്ടബിൾ അല്ല എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയനെങ്കിലും അതിനുള്ള ആ ഒരു റീസൺസ് കൂടെ എഴുതുക. ഇത് കൂടി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺസും കൂടെ എഴുതാം. ഓക്കെ, മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് തീംസ് ആണ്. ഓക്കെ, റൈറ്റപ്പിൽ ഇവന്റ്സിനല്ല തീംസ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ ഒരു നല്ലൊരു റൈറ്റപ്പായി. ഫസ്റ്റ് റൈറ്റപ്പ് എഴുതുമ്പോൾ തന്നെ എന്ത് കൊടുക്കണം? ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഏത് ചാപ്റ്റർ ബേസ് ആണോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിനെങ്കിൽ ആ ചാപ്റ്ററിന്റെ ഹെഡിങ്, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്നേക്ക് ആൻഡ് ദ മിറർ ആണ് തന്നിനെന്ന് വിചാരിക്കുന്നത്. ദ സ്റ്റോറി സ്നേക്ക് ആൻഡ് ദ മിറർ റിട്ടൺ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ ഓതറ നെയിം എഴുതി കഴിഞ്ഞ് ജസ്റ്റ് അതാണ് സ്റ്റാർട്ടിങ്ങിൽ വേണ്ടത്. ടൈറ്റിൽ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ എന്താണോ നമ്മളോട് ചോദിച്ച ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് മെയിൻ ബോഡി എഴുതുക. ദെൻ പറഞ്ഞ കാര്യത്തിലേക്കുള്ള കൺക്ലൂഷൻ എത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു റൈറ്റപ്പിന് വേണ്ടത്. നോക്കുക മക്കളെ, റൈറ്റപ്പ് നിങ്ങൾക്ക് കൂടുതലായിട്ടും തീംസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ തീംസ് കൂടെ പഠിച്ചു വെക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു റൈറ്റപ്പ്
ഇപ്പം ഫോർ എക്സാമ്പിൾ ഒന്നും നമുക്ക് കിട്ടുന്നില്ല, ഒന്നും എഴുതാൻ പറ്റുന്നില്ല, റൈറ്റപ്പ് പോലെ ലെറ്റർ റൈറ്റിംഗും നോട്ടീസ് പോലെ ഒന്നും ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി ആ ഒരു ഫോർമാറ്റ് എഴുതി നമുക്ക് എഴുതാൻ പറ്റുന്നില്ല, നമുക്ക് റൈറ്റപ്പ് അതുപോലെ എഴുതാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ ചാപ്റ്ററിന്റെയും തീംസ് നമ്മൾ പഠിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക, അതുപോലെ തന്നെ സ്റ്റോറിയും റൈറ്റർ പേരും റിട്ടൺ ബൈ എന്നിട്ട് ഓതറെ പേര് എഴുതി കഴിഞ്ഞതിന് ശേഷം ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ തീംസ് എഴുതുക, അതിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിനെന്ന് എഴുതുക. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ തീംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ബൈ ചാൻസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന മെയിൻ ബോഡിയിൽ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. ജസ്റ്റ് ആ ഹിൻസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റൈറ്റപ്പിന് വേണ്ടത്. ഓക്കെ, മിക്കവാറും നിങ്ങളെ ടെക്സ്റ്റ് ബേസുള്ള റൈറ്റപ്പ് ആയിരിക്കും തരും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ചാപ്റ്ററിലെ ഹെഡ്ലൈൻ ഈ ഒരു ചാപ്റ്ററിന് സ്യൂട്ടബിൾ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. ചിലപ്പോൾ ഓരോരാളെ ക്യാരക്ടറിന്റെ മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെയാണോ ഒക്കെയാണ് റൈറ്റപ്പ് മിക്കവാറും ചോദിക്കാറ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിന്റെ തീംസ് നമ്മളെ കയ്യിലായിരിക്കും. വാട്ട് ഈസ് ദ ചാപ്റ്റർ, എന്താണ് ചാപ്റ്റർ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ മദേഴ്സ് ലവ് ആണെങ്കിൽ, മദർ ചൈൽഡ് ലവ് ആണെങ്കിൽ അവിടെ നമുക്ക് ലവ് ഒരു തീമായിട്ട് എടുക്കാം, അഫെക്ഷൻ ഒരു തീമായിട്ട് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ആ തീംസ് പഠിച്ചാൽ തന്നെ നമുക്ക് റൈറ്റപ്സിൽ മെയിൻ ബോഡിയിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീംസ് ഒക്കെ, കാരണം റൈറ്റപ്പ് എന്ന് പറയുന്നത് നെറേഷനൊക്കെ ഇവന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്താണ് തീംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലെ. വാട്ട് ഈസ് ദ തീം ഓഫ് ദ ഇന്നർ മീനിങ് ഓഫ് ദി സ്റ്റോറി, അതൊക്കെയാണ് റൈറ്റപ്പിലൂടെ നമ്മളോട് എഴുതാൻ പറയുന്നത്. കാരണം നമുക്കൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എക്സ്റ്റേണൽ മീനിങ്ങും ഇന്റേണൽ മീനിങ്ങും ഉണ്ടാവും അല്ലെ. അതിൽ എക്സ്റ്റേണൽ മീനിങ് നമുക്ക് ടോട്ടലി നമുക്കത് കിട്ടും, അതിങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു ഇന്റേണൽ മീനിങ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പോയത്തിൽ എന്താണ് ഇന്റേണൽ മീനിങ് ആയിട്ട് വരുന്നത് മദേഴ്സ് ലവ് ആയിരിക്കും, ഒരു മദർ ചൈൽഡ് കോംബോ ആയിരിക്കും, അല്ലെങ്കിൽ ഫാദർ സൺ കോംബോ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും നേച്ചർ ആയിരിക്കും. അതിലെ എന്താണ് ഇന്നർ മീനിങ് നേച്ചർ ആയിരിക്കും ആ ഒരു പോയി നമ്മളോട് റിഫ്ലക്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റോറി റിഫ്ലക്ട് ചെയ്യുന്നത് നേച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ലവ് റിലേറ്റഡ് ആയിരിക്കും. ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതാണ് നമുക്കത് ഐഡിയ ഉണ്ടാണ് ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തോളം നമ്മൾ ആ ഒരു തീംസ് ഒക്കെ ക്യാച്ച് ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റൈറ്റപ്പ് പോലുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റപ്പിന് നമ്മൾ ഒരു റൈറ്റപ്പ് നമ്മൾ എന്തെഴുതും, ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കും, ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞ പാടന്നെ നമ്മൾ എന്ത് എഴുതുക, ആദ്യം തന്നെ ആ ഒരു സ്റ്റോറി ദെൻ റിട്ടേൺ ബൈ ഇന്നത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ എന്താ പറയേണ്ടത്, എക്സ്പ്ലെയിൻ ദ ടോപ്പിക്, ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ മെയിൻ ബോഡിയിൽ സ്റ്റോറി ഒന്ന് ഡിഫൈൻ ചെയ്യുക, സ്റ്റോറിയിലെ തീംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ. ദെൻ കൺക്ലൂഡ് ചെയ്യുക, ആ പറഞ്ഞ കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്, ടൈറ്റിൽ, ദെൻ ഇൻട്രൊഡക്ഷൻ, ദെൻ മെയിൻ ബോഡി, ആ മെയിൻ ബോഡി, ദെൻ ലാസ്റ്റ് വൺ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റൈറ്റപ്പിന്റെ ഫോർമാറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്